ശബരിമലയിൽ ഇന്നും ഭക്തജന തിരക്കുണ്ട്. പക്ഷേ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഭാഗ്യവശാൽ അതൊന്ന് ഈ പമ്പയിലും നിലയ്ക്കലിലും ഒക്കെ ഭക്തജനങ്ങളെ തടയുന്നുണ്ട്. 3 മണിക്കൂറിലേറെ നേരം ഈ ഭക്തജനങ്ങൾ നടപ്പന്തലിലൊക്കെ കാത്തു നിൽക്കേണ്ട അവസ്ഥയുണ്ട്. അതിനുശേഷം മാത്രമേ ഇവരെ പതിയെ മുകളിലേക്ക് കയറ്റി വിടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ആ ഒരു ഭയാനക ഭീതി ഉളവാക്കുന്ന, ഭീതി ജനിപ്പിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് നമുക്കിനി എത്തില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നതും. കാരണം ശബരിമലയാണ്, അതിൻ്റെ സന്നിധിയാണ്. നല്ല സുഗമമായ ദർശനം എല്ലാവർക്കും സാധ്യമാകട്ടെ എന്നാണ് ആത്മാർത്ഥമായും നമ്മളും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും കാത്തിരിക്കുന്നതും ഒക്കെ. വൃശ്ചികം 3 ശബരിമലയിൽ നിന്നുള്ള, സന്നിധാനത്ത് നിന്നുള്ള വിശേഷങ്ങൾ നമുക്ക് ആരായാം. മിഥുൻ മുരളിയാണ് നമ്മളോടൊപ്പം സന്നിധാനത്ത് നിന്ന് ചേരുന്നത്. മിഥുൻ, നമസ്തേ, സ്വാമി ശരണം. ഇന്നലെ ആ ദൃശ്യങ്ങൾ ഇപ്പോഴും മറന്നിട്ടില്ല. പേടിപ്പിക്കുന്നുണ്ട്, അത് ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. പക്ഷേ ഇന്ന് സമാധാനമുണ്ടല്ലേ? സ്വാമി ശരണം. ഇന്നലത്തെ ഭയാനകമായ സ്ഥിതിവിശേഷത്തിൽ നിന്നും മാറ്റമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സന്നിധാനത്തെ പ്രധാനപ്പെട്ട കാര്യം. പോലീസിന്റെ നിയന്ത്രണത്തിലാണ് തിരക്ക്. പോലീസ് കൃത്യമായി തന്നെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഭക്തജന തിരക്കിൽ കുറവില്ല. വലിയ ഭക്തജന പ്രവാഹം ഇന്നും സന്നിധാനത്തേക്ക് ഉണ്ട്. ഞാൻ നിൽക്കുന്നത് ശരംകുത്തിയിലാണ്. ശരംകുത്തി മരക്കൂട്ടം മുതൽ താഴേക്ക് പമ്പ വരെയുള്ള വിവിധ ഭാഗങ്ങളിൽ ഭക്തജനങ്ങളെ തടഞ്ഞുകൊണ്ടാണ് ഈ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് ശരംകുത്തിയിൽ ഭക്തജനങ്ങളെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. തൊട്ടു താഴെ മരക്കൂട്ടത്തും സമാനമായി തന്നെ ഭക്തജനങ്ങളെ തടയുന്നുണ്ട്. മുകളിലെ ആ തിരക്ക് നിയന്ത്രണ വിധേയമാകുന്നതിനനുസരിച്ചാണ് ഈ ഘട്ടം ഘട്ടമായി പല ഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുന്നത്. ഈ രീതിയിലാണ് തിരക്ക് പോലീസ് നിയന്ത്രണ വിധേയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നടപ്പന്തലിലടക്കം വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു. 3 മണിക്കൂറോളം ഭക്തജനങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ട സാഹചര്യം ഇപ്പോഴും ഉണ്ട്. ഫ്ലൈ ഓവറിലും അടക്കം ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം ക്യൂ നിൽക്കേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ശരംകുത്തിയിൽ ഭക്തജനങ്ങളെ ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിരിക്കുന്നത് വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക് ഭക്തജനങ്ങളെ കടത്തിവിടുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഭക്തജനങ്ങൾ വളരെ വേഗം അടുത്ത ഘട്ടത്തിൽ ഭക്തജനങ്ങളെ തടഞ്ഞു നിർത്തുന്ന ശരംകുത്തിയിലെ തന്നെ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുകയാണ്. അവിടെ പോയും ഭക്തജനങ്ങൾക്ക് കുറച്ച് സമയം കാത്തു നിൽക്കേണ്ടി വരും. ഇങ്ങനെ പല ഇടങ്ങളിൽ ഭക്തജനങ്ങളെ തടഞ്ഞു നിർത്തുമ്പോൾ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാകാത്തതിലെ പ്രശ്നങ്ങളൊക്കെയാണ് വലിയ പ്രശ്നങ്ങളായി സന്നിധാനത്ത് ഇന്നലെ ഉടലെടുത്തത്. ഇങ്ങനെ പലയിടത്ത് ഭക്തജനങ്ങൾക്ക് മണിക്കൂറുകളോളം, അതോ 16, 18, 20 മണിക്കൂറിനടുത്തൊക്കെ സമയം ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യമാണ് പലയിടത്തും ഇന്നലെ ഉണ്ടായത്. അതിൻ്റെയൊക്കെ ഒരു രോഷപ്രകടനമായിരുന്നു ഇന്നലെ ഭക്തജനങ്ങൾ 18-ാം പടിക്ക് താഴെ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് സന്നിധാനത്തേക്ക് എത്താനുള്ള, അയ്യപ്പ സന്നിധിയിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ഭയാനകമായ സാഹചര്യം ഇന്നലെ ഉച്ചയ്ക്ക് 1 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത് സന്നിധാനത്ത് സംജാതമാവുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അതുപോലെ തന്നെയുണ്ട്. ഭക്തജനങ്ങൾക്ക് കൃത്യമായി കുടിവെള്ളം അടക്കമുള്ള സൗകര്യങ്ങൾ ഭക്തജനങ്ങളിലേക്ക് എത്തുന്നില്ല. പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യങ്ങളുടെ അപര്യാപ്തത അതൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസിന്റെ നിയന്ത്രണത്തിലേക്ക് ഈ തിരക്ക് ക്രമീകരണം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസിന് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ പോലീസിന്റെ നിയന്ത്രണത്തിന് അപ്പുറത്തായിരുന്നു സന്നിധാനത്തെ സംഭവ വികാസങ്ങൾ. തിരക്ക് പോലീസിന് ഒരു വിധത്തിലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത സംജാതമായ സാഹചര്യമായിരുന്നു ഇന്നലെ സന്നിധാനത്തുണ്ടായിരുന്നെങ്കിൽ ആ സ്ഥിതി വിശേഷത്തിന് മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാന മാറ്റം. ഒപ്പം NDRF സംഘവും ഇന്ന് ചുമതലയേൽക്കുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നുള്ള 32 അംഗ സംഘം സന്നിധാനത്തേക്ക് ഇന്ന് പുലർച്ചെ എത്തിയിട്ടുണ്ട്. അവർ ഇന്ന് ചുമതലയേൽക്കും. അതോടൊപ്പം തന്നെ ചെന്നൈയിൽ നിന്നുള്ള മറ്റൊരു സംഘവും സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ 70 അംഗ NDRF സംഘമായിരിക്കും ഇനിയുള്ള ഘട്ടത്തിൽ സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനും മറ്റുമായി ഭക്തജനങ്ങൾക്ക് സഹായവുമായി പോലീസുകാർക്കൊപ്പം ഉണ്ടാവുക. പോലീസിന് മാത്രം ഈ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കില്ല. ക്രൗഡ് മാനേജ്മെന്റ് പൂർണ്ണമായും പാളി എന്നുള്ളത് ഇന്നലെ തെളിഞ്ഞതാണ്. പല കാര്യങ്ങളിലും മുന്നൊരുക്കങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായതുമാണ്. ഇപ്പോൾ പോലീസ് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇന്നലെ മുതൽ ഈ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി നിലയ്ക്കൽ മുതൽ ഭക്തജനങ്ങളെ തടയുന്നുണ്ട്. നിലയ്ക്കലിൽ ഭക്തജനങ്ങളെ തടയുന്നു. പമ്പയിൽ ഭക്തജനങ്ങളെ തടയുന്നു. പമ്പയിലും നിലയ്ക്കലും ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യവുമുണ്ട്. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാകുന്നതിനനുസരിച്ചാണ് നിലയ്ക്കലിൽ നിന്നും ഭക്തജനങ്ങളെ പമ്പയിലേക്ക് വിടുന്നതും പിന്നീട് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് വിടുകയും ചെയ്യുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉള്ളത് ഇനി ശബരിമല പാതകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടാകും എന്നുള്ളതാണ്. ഇലവുങ്കൽ, എരുമേലി, പന്തളമടക്കമുള്ള പ്രധാന ഇടത്താവളങ്ങളിലും പത്തനംതിട്ടയിലെ പ്രധാന ഇടത്താവളങ്ങളിലും ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ടി വരും. സന്നിധാനത്തെ തിരക്ക് കുറയുന്നതിനനുസരിച്ച് മാത്രമേ ഇടത്താവളങ്ങളിൽ നിന്നടക്കം ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുകയുള്ളൂ. പലയിടത്തും ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം, അത് മണിക്കൂറുകളാകാം, അങ്ങനെ കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ശബരിമല പാതയിൽ വലിയ തിരക്ക് അനുഭവപ്പെടും. വാഹനങ്ങളുടെ ബാഹുല്യമുണ്ടാകും. അങ്ങനെയൊരു സ്ഥിതിവിശേഷം കൂടി ഇനി ഉണ്ടാകാനുള്ള ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനകരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ക്രൗഡ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നതിൽ
വലിയ വീഴ്ച സംഭവിച്ചു. ഇതൊക്കെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നേരത്തെ തന്നെ മുൻകൂട്ടി തയ്യാറാക്കേണ്ട പദ്ധതികളായിരുന്നു. എത്ര സമയം ഓരോ ഇടത്തും ഭക്തജനങ്ങളെ കാത്തു നിർത്തണം, എത്ര സമയം ഇവരെ അടുത്ത ഘട്ടത്തിലേക്ക് കടത്തിവിടുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഏത് രീതിയിലായിരിക്കണം, ഒപ്പം ഇവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതൊക്കെ ആ തീർത്ഥാടനത്തിന് മുൻപ് തന്നെ മുന്നൊരുക്കങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും പോലീസും ചേർന്ന് ആസൂത്രണം ചെയ്യേണ്ടതായിരുന്നു. ഇതിലൊക്കെ വന്നിരിക്കുന്ന പാളിച്ചയാണ് ഇപ്പോൾ ഈ വലിയ സ്ഥിതിവിശേഷം, ഭയാനകമായ സ്ഥിതിവിശേഷമൊക്കെ ഇന്നലെ ഉണ്ടാക്കിയതിലേക്ക് വഴിവെച്ചത്. ഇനിയുള്ള ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമല പാതയിൽ വലിയ തിരക്കുണ്ടാകും. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി പമ്പയിലും നിലയ്ക്കലും മറ്റ് എരുമേലി അടക്കമുള്ള പന്തളം അടക്കമുള്ള പ്രധാന ഇടത്താവളങ്ങളിൽ ഭക്തജനങ്ങളെ തടഞ്ഞു നിർത്തുമ്പോൾ അവിടെ കൂടുതൽ സമയം ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വരും. വാഹനങ്ങളുടെ ബാഹുല്യം ശബരിമല പാതകളിൽ ഉണ്ടാകും. അവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുമ്പോൾ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളടക്കം വീണ്ടും പ്രധാന വിഷയമായിട്ട് ഉയർന്നു വരികയും ചെയ്യും. ഇതാണ് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി ക്രമീകരണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നം. അതോടൊപ്പം തന്നെ ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമാകണമെന്നുണ്ടെങ്കിൽ 18-ാം പടി മിനിറ്റിൽ 80-നും 90-നും മുകളിൽ ഭക്തജനങ്ങൾക്ക് 18-ാം പടി കയറ്റിവിടണം. എങ്കിൽ മാത്രമേ താഴെ നടപ്പന്തൽ മുതലുള്ള ഭാഗങ്ങളിൽ തിരക്ക് നിയന്ത്രണ വിധേയമാകുകയുള്ളൂ. ഇന്നലെ 40 മുതൽ 50 വരെ ഭക്തജനങ്ങളെ മാത്രമാണ് 18-ാം പടി മിനിറ്റിൽ കയറ്റി വിട്ടുകൊണ്ടിരുന്നത്. ഇത് വലിയൊരു പ്രശ്നമായിരുന്നു. നടപ്പന്തലിൽ ഉൾപ്പെടെ ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് വഴിവെച്ച ഒരു ഘടകം ഈ ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റി വിടുന്നതിൻ്റെ എണ്ണത്തിലുണ്ടായിരുന്ന കുറവാണ്. അതിനുണ്ടായിരുന്ന കാരണം ഈ പരിചയസമ്പന്നരായിട്ടുള്ള, അതായത് ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്ത് 18-ാം പടിയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള പരിചയസമ്പന്നരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭാവമായിരുന്നു. 18-ാം പടിയിൽ നേരത്തെ മുൻപരിചയമുള്ള ഉദ്യോഗസ്ഥരെയാണ് നിയോഗിക്കേണ്ടത്. അവർക്ക് മാത്രമേ 80 മുതൽ 90 വരെ ഭക്തജനങ്ങളെ മിനിറ്റിൽ കടത്തിവിടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പരിചയസമ്പന്നരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭാവവും ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കുന്നതിന് കാരണമായി എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് 60 മുതൽ 70 വരെ ഭക്തജനങ്ങളെ മിനിറ്റിൽ 18-ാം പടി കയറ്റിവിടാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോഴും ആ സംഖ്യയായിട്ടുള്ള പരമാവധി സംഖ്യയായിട്ടുള്ള 80 മുതൽ 90 വരെ ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റിവിടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പരിചയസമ്പന്നരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ 18-ാം പടിയിൽ നിയോഗിക്കും എന്നുള്ളതാണ് ADGP S. ശ്രീജിത്ത് ഇന്നലെ അറിയിച്ചിട്ടുള്ളത്. ഇനിയുള്ള ഘട്ടത്തിൽ പരിചയസമ്പന്നരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ 18-ാം പടിയിൽ നിയോഗിച്ചുകൊണ്ടും തിരക്ക് നിയന്ത്രണ വിധേയമാക്കും. 80 മുതൽ 90 വരെ ഭക്തജനങ്ങളെ മിനിറ്റിൽ 18-ാം പടി കയറ്റിവിടും എന്ന പോലീസ് ഉന്നതാധികാരിയും അറിയിക്കുന്നുണ്ട്. അങ്ങനെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇന്നലെ അടിയന്തര സാഹചര്യം, ഭയപ്പെടുത്തുന്ന സാഹചര്യം സന്നിധാനത്ത് ഉണ്ടായപ്പോൾ മുതൽ പോലീസ് ഈ നിയന്ത്രണങ്ങൾ നടത്തുന്നതിന് വേണ്ടി നടപടിയായി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും തിരക്കിപ്പോൾ പോലീസിന്റെ നിയന്ത്രണത്തിലാണ്. പക്ഷേ സന്നിധാനത്ത് വിവിധ ഭാഗങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ശരകുത്തിയിൽ എനിക്ക് പിറകിൽ കാണാം ഭക്തജനങ്ങളെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് കാണാം. തൊട്ടു താഴെ മരക്കൂട്ടത്തും സമാനമായി ഭക്തജനങ്ങളെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇവർക്ക് കൃത്യമായ വെള്ളവും അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കുക എന്നുള്ളതാണ് പ്രഥമ പരിഗണനയായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും ഇനി ചെയ്യേണ്ടത്. അനു, തീർച്ചയായും ആ ആവശ്യം തന്നെയാണ് ഇപ്പോഴും നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. എന്തായാലും മിഥുൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വരുന്നവർ. കാരണം ഇടത്താവളങ്ങളിൽ കുറച്ചധികം സമയം കാത്തിരിക്കേണ്ടി വരും. ഇന്നലത്തെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. പക്ഷേ ഇന്നലെ ദർശനം നടത്താൻ കഴിയാതെ ഇരുമുടിക്കെട്ട് മിക്കവാറും ഈ പന്തളത്തും പമ്പയിലും ഒക്കെ ഉപേക്ഷിച്ചിട്ട് പോയ നിരവധി ഭക്തരുണ്ട്, നിരവധി അയ്യപ്പന്മാരുണ്ട്. അവരോട് എന്ത് മറുപടിയാണ് ഈ ബോർഡിന് പറയാനുള്ളത് എന്നത് ചോദ്യമായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നു.